പാലക്കാ ഞാൻ നാളത്തെ അത് മൂത്താപ്പാക്ക് പഠിത്തൊരു വെള്ളാമണി നിങ്ങൾ പറഞ്ഞൊന്നും ഒക്കെ മറന്നും ചെയ്ത് എങ്ങനെയാണ് അന്നേറ്റം റെക്കോർഡ് ചെയ്തില്ല അതൊന്നും കൂടി പറഞ്ഞു ഒഴിവാക്കി നിങ്ങളാ നാട്ടിൽ പോയ ടൈമില് അതെ അവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ടില്ല ആ വെള്ളം അടിയിൽ നല്ല വെള്ളം അല്ല എത്ര വലിപ്പുണ്ടായിരുന്നില്ലേ അത്യാവശ്യം കുഴപ്പമില്ല ഒഴിവാക്കിണ്ടില്ല ഇനി പിന്നെയാണ് ആലോചിച്ചത് ആ തോട്ടിൽ അവിടെ എവിടെയും കെട്ടിട്ടാ മതി ഇനി അവിടെ ചൂണ്ടലുമ്പിൽ അവിടെ അതില് കെട്ടിട്ടാ മതി അത് അവിടെ ജീവിച്ചോളും ചാവില്ല ഉണങ്ങി കിടക്കുകയല്ലേ എന്ത് പറയും എത്ര വേഗം പറഞ്ഞു മറന്ന ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുന്ന ആൾക്കാരല്ലല്ലേ നമ്മളെ ടീമുകള് അങ്ങനെ മറക്കരുത് പ്രാവശ്യം കണ്ടാ മതി നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അല്ലാതെ ഒരൊറ്റ ചവിട്ട് അതിന്റെ ശേഷം എനിക്ക് ഒളിക്കലിച്ച് ചുട്ടാ മതി മുമ്പ് നമ്മള് ഞാൻ രണ്ടിട്ട് മോളത്താ ഇങ്ങോട്ട് പൊളിഞ്ഞു പോരും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാല് എന്നിട്ട് ഇതിന് മലത്തി വെച്ചിട്ട് അതിന്റെ പണ്ടം കുണ്ടി കോയിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് വെച്ചാൽ കോയിന്റെ ഉള്ളിലുള്ള മാറ്റി ഇതിന്റെ ഉള്ളിലും ആ കറുപ്പ് കക്ക കിക്കാന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പോയി വൈകിട്ട് ആ ഇറച്ചി ഇങ്ങോട്ട് മുറിച്ച് ഇങ്ങോട്ട് എടുക്കണം അതിന്റെ ഉള്ളിൽ നിന്ന് ഇത്ര കട്ടിയിൽ ചൊകേന്നുണ്ടാവും ഒക്കെ മുറിച്ചെടുത്തിട്ട് നമ്മള് ഫ്രൈ ആക്കുക അപ്പോഴേക്ക് ഇത് മുറിച്ചെടുക്കുമ്പോഴേക്ക് പെരക്കാർ കുരുമുളക് ഉള്ളി പിന്നെ വെളുത്തുള്ളി ജീരകം ഉലുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് അരച്ചിട്ട് ഇത്ര പോകുന്നതിന് ഉണ്ടാക്കുക എന്നിട്ട് ഉള്ളി പച്ചമുളക് തട്ടി കൂടി അരിഞ്ഞ് ഒക്കെ ലെവലാക്കിയിട്ട് ഒന്നായിട്ട് ഒറ്റ തിരുമ്പല് ഇപ്പൊ ഇതൊക്കെ കൈ ഒരു കൈ എടുത്തിട്ട് ഇങ്ങനെ ആക്കണേന് എന്താ ഇപ്പൊ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കില്ലേ എന്നിട്ട് തീയാണ്ട് കുറച്ച് അടുപ്പിലായിട്ട് കയറ്റിക്കോ എന്നിട്ട് ഒരു രണ്ട് തല അരച്ചിട്ട് ഇത് ഇറക്കിയിട്ട് ഒരു വറവ് ഇടുക അതല്ല ഇത്രയും പറഞ്ഞില്ല അതല്ല മനസ്സിലായി ഇത് ചൂടറിയതിന്റെ ശേഷമാണോ ചൂടോർക്ക് കഴിക്കല് ചോറ്റിൽ കൂട്ടാൻ പറ്റും പിന്നെ ചോറ്റില് കൂട്ടാണ്ട് ചോറ്റില് മാത്രല്ല മറ്റേനാണ് നല്ലത് ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഓരോ ഫോണും ഇതും 2 കഷ്ണം അതും പണ്ട് അവിടുന്ന് ഒരു മെനുവിനെ കിട്ടില്ല വണ്ടി ഇടിച്ചിങ്ങാണ്ടോ ചേളാരി കൊണ്ട് വിറ്റി 250 പൊട്ടിപ്പോയി ഇതേ ഒരു ചങ്ങായിക്ക് ഒരു വീഡിയോ എന്തോന്ന് പറഞ്ഞു മെരുവിനെ അറക്കുന്നത് ചാക്ക് കെട്ടിന്റെ ശേഷം അങ്ങനെ സംഭവം പറയട്ടോ മെരുവിനെ അണ്ണാനെ കീരി മെരു ചാക്കിന് അല്ലാണ്ട് പിന്നെ ചാക്ക് കെട്ടാൻ എനിക്ക് അതിന്റെ പൊണം വിളിക്കാൻ കഴിയില്ല അതിന് അണ്ണാനെ തിന്നൂലല്ലോ അണ്ണാനൊക്കെ തിന്നു അണ്ണാനൊക്കെ ഞാൻ തിന്നുന്നുണ്ട് കൊരക്ക് നല്ലതാ നിങ്ങൾ തിന്ന സാധനം വേറെ എന്തൊക്കെയാണ് നമ്മള് ഒരു മായിലുള്ള ഇറച്ചിയൊക്കെ തിന്നുന്നുണ്ട് വെച്ചായിനടക്കം കാക്കനൊക്കെ നമ്മള് ചുട്ടി തിന്നുന്നുണ്ട് കാക്കനെ തിന്നുന്നുണ്ട് പിന്നെ വെച്ചായിന് ഇറച്ചി ഉണ്ടല്ലോ ഈ കോഴിയിറച്ചി മാറിക്കണം ഒരു പെറ്റായിനാണ് ശരിയാക്കി ഇത് അവിടെ ഉണ്ട് അപ്പാട്ടിന്റെ വീടിന്റെ അവിടെ ഉണ്ട് മാറിയിട്ട് ഇത്ര മണ്ണാക്കുന്നുണ്ട് ഇരിക്കുക എന്നിട്ട് തൊലിയാണ്ട് കീച്ചിട്ടേ എങ്ങനെ നന്നാക്കണ മാതിരി തന്നെ നടു പൊളിക്കുക കയ്യും കാലും വെട്ടിക്കൊടുത്ത് നടു പൊളിച്ചിട്ട് വാലൊക്കെ വേണ്ടി വെട്ടിക്കളഞ്ഞിട്ട് തലയെ കൊണ്ട് വെട്ടിക്കളയുക എന്നിട്ട് ശരിക്ക് കഷ്ണാക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി അടിച്ചു നോക്കി നിങ്ങള് കോഴി ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് കാര്യമാക്കും തിന്നാ ജീവനുള്ള എന്ത് സാധനത്തിന് നമുക്ക് തിന്നാ കാക്കനിപ്പോ ബാറിലൊക്കെ കൊടുക്കുന്നത് എന്താ കൊച്ചി കാക്കയാണ് കൊച്ചി കൊച്ചിന്റെ പാടത്തെ ആ കൊച്ചിന്റെ കൂട് രാത്രി പോയി കഴിഞ്ഞ് ഒമായിട്ട് കുടിച്ച് ചാക്കിലാക്കുകയാണ് പിന്നെ ഉടുമ്പിനൊന്നും കിട്ടൂല അതൊക്കെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം അവിടെ ആരെങ്കിലും എന്നാണ് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തോ എനിക്ക് എന്നിട്ട് നമ്മുടെ അടുത്ത് വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്
ഈ പടത്തിൽ പാട്ടില്ല. ഉടുമ്പുണ്ട് നമ്മുടെ അടുത്ത് കായാവും 1000-1500 റുപ്യ ഉത്തര പോകുന്ന ഉടുമ്പ് ഞാൻ വടിയിൽ കെട്ടിക്കൊണ്ടുവരാം. വടിയില്ലേ, വടിയിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഉടുമ്പ്. അത് നമ്മുടെ വാണിയംകുളം ചന്തണ്ട്. ഉടുമ്പ് പല സൈസും ഉണ്ട്. പൊന്നുടുമ്പ് എന്ന് പറഞ്ഞൊരു ഉടുമ്പ്. ഇത് പരുതി കഴിഞ്ഞാൽ ഈ അരണി ഓന്തൊക്കെ കണ്ടില്ലേ, അതിന്റെ ഒരു രൂപം തന്നെയാണ് ആ ഉടുമ്പ് തന്നെ. മൂക്ക് നീണ്ടില്ല, ഉടുമ്പും പിന്നെ കീരി ഇതിന്റെ ഒക്കെ ഒരേ മൂക്ക് ഇങ്ങനെ നീണ്ടിട്ടാണ്. ഇതിന്റെ നായ്മാരിയാണ്. എരിഞ്ചി പെറ്റായിട്ട് 100 ഇതായിട്ടല്ലേ. കാക്ക, പെറ്റായി, ഞണ്ട്, ഞവിഞ്ഞി, കൂമൻ, ഉടുമ്പ്, കീരി, മെരു, ആമ, പിന്നെ മറ്റുള്ള ഇറച്ചിന്റെ സാധാരണ ഇറച്ചിന്റെ കോയിന്റെ ആടിന്റെ ഇതിന്റെ ഒന്നും പറയണ്ടല്ലോ. മുയല്, പന്നി, മാന്, പിന്നെ മയിലിന്റെ ഇതിനകത്ത് നമ്മള് പറയാൻ പാടില്ലല്ലോ. ഈ ഉടുമ്പിനൊക്കെ ഈ മറഡോണ അമ്പലൊക്കെ ചെറുപ്പം തിന്നുണ്ടാവൂലേ പവറിന് വേണ്ടിട്ട് കളിക്കാരൊക്കെ? പവറിനല്ല, അത് കിട്ടൂല അങ്ങനെ. ഉടുമ്പ് ഉടുമ്പ് വേണം നിങ്ങൾ ആരും പറഞ്ഞോടി, ഞാൻ കൊണ്ടുതരാം ജീവനത്തോട് കൂടെ. വേവിക്കിന് എന്തിനാന്ന്? ഉടുമ്പിനെ അറക്കാനൊക്കെ സുഖമാണ്. വടിയിൽ കെട്ടിയിട്ട് വാലും തലയും വടിയിൽ കെട്ടുകയാണിത്. ഇതിൽ ഇത്ര പോകുന്ന വാണിയങ്ങളും ചന്തയിലുണ്ട് സാധനം. പണ്ടൊക്കെ ഇങ്ങനെ വടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വില 300, 600, 1000-ത്തിനൊക്കെ വിൽക്കുന്നുണ്ടാവും. ഇപ്പോ വലുതാകും. ഈ വകുപ്പ് മാറിയത് കൊണ്ട് അവർ ഒളിത്താവളത്തിൽ ഇത് സൂക്ഷിക്കും. മലയന്മാര് ഇത് പിടിക്കുന്ന ആൾക്കാരുണ്ട്, മലയന്മാരാണ്. ചൂണ്ടലിട്ടിട്ടാണ് പ്രത്യേകിച്ച് ഇതിനെ പിടിക്കുന്നത്. മഞ്ഞളിന് പിടിക്കുന്ന മാതിരി. ഇന്ന് പല മുതാബക്ക് ഓർമ്മ അല്ല, കാട്ടില് മരത്തമ്മലും കാട്ടില് ചൂണ്ടലിട്ടിട്ട് പിന്നെ ആളെ കണ്ടു കഴിഞ്ഞാല് ഈ മണ്ണിന്റെ കുറ്റികളുണ്ട്, അതിൽ ഓട്ടിപ്പോയി മുളയും. മുളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, ചെറിയ തവളക്കുട്ടീനെ പാർത്തുനിന്ന് പിടിക്കുക. എന്നിട്ട് അതിന്റെ ബാക്കിൽ കൂടെ ഈ ചൂണ്ടലാണ്ട് കോർത്തിട്ട് ആ വങ്കിലായിട്ട് ഇടുക. വങ്കിലാണ്ട് ഇട്ടിട്ട് നമ്മള് മാറി നിന്നാ മതി. ചൂണ്ടലും കൈ പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ ഇത് മുണിങ്ങിട്ട് ഒരൊറ്റ ചാട്ട. അത് പുറത്തേക്ക് തന്നെത്താൻ ചാടും. നമ്മളൊന്നും ചെയ്യണ്ട. ചാടിയ നേരം തലക്കടിക്കണം, അല്ലെങ്കിൽ ചാവൂല. പുറത്തടിച്ച പോകോന്നുണ്ടാവും. അത് ഉക്കിറിന് ഇറച്ചിയാണ്. അതിന്റെ ആ ശക്തിമാതിരി ഞമ്മക്ക് നമ്മുടെ ശരീരത്തിന് ശക്തിയാവും. ചോര ചെറുതിന്റെ ചെറിയൊരു പൊന്നുടുമ്പുണ്ട്. ഇത് എത്ര മുഖത്തിൽ ഇത്ര പൊന്നുടുമ്പ്. അതിനൊന്നും അങ്ങനെ കിട്ടൂല നമുക്ക്. എനിക്ക് തന്നെ എന്റെ ചെറുപ്പത്തിൽ ആകെ ഒന്നേ കിട്ടി. ഞമ്മള് വയക്കോക്കുണ്ടാണ് പരപരാന്ന് പറയണേ, വൈക്കോലിന്റെ കുണ്ട. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ മിന്നണ് ഇത്ര നീളത്തിൽ വെള്ളം ഒരു സാധനം. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണന്മാരൊക്കെ വെള്ളമുടുമ്പ് പൊന്നുടുമ്പുണ്ട് എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഓന്തും അല്ല ഗൗടിയല്ല ഇതൊന്നും അല്ല. ഞാൻ എന്താക്കിയറിയോ, കയ്യില് മുടിയാങ്കോലുണ്ടായിരുന്നു. ഈ മുടിയാങ്കോലും കൊണ്ട് ഒരൊറ്റ അമുക്ക് ഇങ്ങനെ മരത്തിട്ട് നെയ്സ് തോല ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച് പൊട്ടിച്ച് പൊടി. അതിന്റെ ചോരയും കുടിച്ചിട്ട് അതിന്റെ ഇത്ര നേരം നാട്ടും. ആ നാട്ടും മുടങ്ങി കുറെ ഓടി. പിന്നെ അത് ഇറച്ചിയൊക്കെ കൂടി ചുറ്റും അത് കിട്ടും. അപ്പൊ ലേശം ചോരയെ കിട്ടിയുള്ളൂ. അത് കുടിച്ചു അതിന്റെ നാക്കും മുണുങ്ങി അതിന്റെ ചുറ്റും തിന്നു. അതൊക്കെ തിന്ന് അത് ഈ പാട് തിന്ന്. അത് എത്ര പോകുന്നൊരു പിന്നെ ഞണ്ട്. ഈ ഞണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഇതിന്റെ ബാക്കിൽ കൂടെ ഒരു റോസ് കളർ ഇങ്ങനെ ഒഴുകുക. അപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇവിടെ നടുക ഈ മുൻസിന്റെ പാടത്തു നിന്നാണ്. അപ്പൊ ഞാൻ എന്താക്കിയോ വലിയൊരു തേത്ത് പൊടിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അത്രയായി. ഞാനത് പെണ്ണുങ്ങളൊക്കെ കാർക്കൊരിച്ച് തുപ്പാനൊക്കെ തുടങ്ങി. മറ്റു പെണ്ണുങ്ങളെ കുറണ്ടായിരുന്നു. ഞാനായിട്ട് കുടിച്ചിട്ട് വേഗം ഈ ഞണ്ടിനെ പിടിച്ചിട്ട് ഒരു 4 ഇല അവിടെ തീ കൊടുത്തിട്ട് അതിലാണ്ടിട്ട് അതിനെയും ചുട്ട് ഞാൻ ആനിന്റെ ഇറച്ചിയിൽ ആഫ്രിക്കയിൽ 125 റുപ്യ കിലോ വില.
ഏറ്റവും കൂടുതൽ വില ആനയിറച്ചി 125, പട്ടിയിറച്ചി 100 ഉറുപ്പ്യ. കേരളത്തിൽ ആരും തിന്നില്ല. അവിടുത്തെ ആഫ്രിക്ക ആനയൊക്കെ ഒരു പോത്തിന്റെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. നാള് കണ്ടില്ലേ ഈ സൺഡേ സപ്ലിമെന്റില് ആനനെ കെട്ടി തൂക്കി ഒരു പൊളിച്ചിട്ട് നമ്മള് വെറുതെ പറയല്ലോ. ചെറുക്കൻ്റെ ഒരു സപ്ലിമെന്റ് എടുത്ത് നോക്കിയേ, ഇല്ലെങ്കിൽ ഇന്ത്യൻ്റെ കൂടെ വാങ്ങി നോക്ക്. അതിലെല്ലാ വിവരം ഉണ്ട് അറിയാം. ഇന്ത്യൻ്റെ ഇടയിൽ നോക്കിക്കോ, എല്ലാ വക ഇതും. അതെ, കേരളത്തില് തിന്നും. പക്ഷെ ഇത്രയും വലിയ ആടിനെ ആരും വെട്ടി തിന്ന് പരിചയമില്ല. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വൈറ്റാര ഹോട്ടൽ, ചൈനീസ് ഹോട്ടലിൽ പാമ്പിന് ജീവനത്തോട് കൂടെ വെട്ടി മുറിച്ച് ഫ്രൈ ആക്കി കൊടുക്കണ്ടല്ലോ ചൈനകൾ വന്നിട്ട്. പാല് പുഴു, പിന്നെ പച്ചപ്പറയെ പുഴു, ജീവനുള്ള സാധനമൊക്കെ ഒരു തിന്നുണ്ട് ഇങ്ങനെ വടിയുമ്പ കുത്തിയിട്ട്. നമ്മളത് തിന്ന് പഠിച്ചിട്ട് അതുകൊണ്ട് നമ്മളത് തിന്നില്ല. നമുക്ക് ഈ പഴയ പൂളക്കേക്കോ കഞ്ഞിട്ട് വെള്ളം തന്നെ ഉള്ളൂ. നമ്മള് വിറ്റാമിനുള്ള സാധനം എങ്ങനെ തിന്നുണ്ട് ഇല്ല. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഈ ഉണങ്ങിയ മാന്തള് പോലെ ഇരിക്കുന്നത്. മനുഷ്യന്റെ ഇറച്ചി തിന്നിട്ട് പണ്ട് കുഷ്ഠരോഗമൊക്കെ മാറിയത് പറയലോ, സത്യാവസ്ഥ അറിയില്ല. പക്ഷെ മനുഷ്യന്റെ ഇറച്ചി വേവിച്ച കിട്ടൂല എന്നുള്ളതാണ്. ഉരുകിപ്പോവും. നെയ്യാണ് നമ്മള് കംപ്ലീറ്റ്. അതാണ് വന്ന് കഴിഞ്ഞ പയ്യന്റെ ആദ്യം കുഴപ്പമില്ല, അതേമാതിരി ആവും. ഇറച്ചി തിന്നാൻ കിട്ടില്ല, ഉരുകിപ്പോവും. അതിപ്പോ നമ്മള് ഉദാഹരണം പറയും, എവിടെങ്കിലും തീ പൊള്ളി വെക്കാം, അതിൽ നമുക്ക് മനസ്സിലാക്കാം. ആ പൊള്ളിയ ഭാഗം അങ്ങനെ ഉരുകിപ്പോവും അല്ലേ. ശരിക്കും പഞ്ച പഞ്ച ആൾക്കാരൊക്കെ തിന്നുണ്ടാവട്ടെന്നാലേ, പഞ്ച കളിക്കാരും ഇവരൊക്കെ. കേരനെ തിന്നാ, കേര അവിടെ തിന്നുണ്ടല്ലോ. വിഷമുള്ള ഏത് പാമ്പിന് തലയുണ്ട് വെട്ടിക്കളഞ്ഞ് തോലും കൊണ്ട് വിരിക്കുകയാണ്, ഇട്ടിട്ടിട്ട് ഫ്രൈ ആക്കുകയാണ്. നമുക്ക് കാണാം തലയിൽ മാത്രമുണ്ട് ഏത് പാമ്പ്. കേരനൊക്കെ നമുക്ക് റിയലായിട്ട് ഞങ്ങൾ ഇന്നാള് തിന്നണമെന്ന് വിചാരിച്ചിട്ട് ഒരു കേരനെ തല്ലിക്കൊണ്ടു, പേടിച്ച് മരിക്കുന്ന പട്ടീനെ. അത് കീരി, അത് ഇവിടുന്ന് കൊണ്ടുപോയതാ ഞാൻ. ഇവിടുന്ന് ഞാൻ കീരിനെ എത്രയോ കൊണ്ടുപോയിക്കണേ. കീരി വെട്ട അപ്പം വിവരം കിട്ടും. ഞാനെന്താക്കും, ചാക്കിൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് കാർബോർഡ് പെട്ടിയിലാക്കിയിട്ട് ഒരു ഇതും കെട്ടിയിട്ട് വേഗം വണ്ടിക്ക് കയറ്റി ആ സീറ്റിൻ്റെ അടിയിൽ വെക്കും. ഒറ്റപ്പാലം എത്തിയിട്ട് അവിടെ ചെന്നോർന്ന ഒറ്റ അടി മിറ്റത്ത്. ഇത് ചാക്കിലാണ്ട് കെട്ടയച്ച് വേഗം തീയൊക്കെ കൂട്ടിയാണ്ട് ചൂടും. ചുട്ടിട്ട് തൊലിയൊക്കെ വേണ്ടി ചുരച്ച് താരി നാരി കൊട്ടിട്ട് കൊടുത്തിട്ട് ഇറച്ചിയാക്കി ചോറ്. അല്ല, അത് ചുടുകയാണ്. തോലില്ല, അതിന്റെ തോല് പൊളിക്കാൻ പറ്റില്ല കീരിന്റെ. കാരണം ഈ താനാണ് തോല് കളയാൻ പാടില്ല. പന്നിക്ക് തോല് കളയില്ല. പോർക്കില്ല, പന്നി ചേട്ടന്മാർക്ക് അതിന്റെ കഴിക്കലാണ്. മാമിക്ക് പിന്നെ വേറെ ആർക്കോ അസർപ്പിന് ആക്സിഡന്റ് ആയിരുന്നോ? നാണ്ട് ഇതേമാതിരി ടീം ഉണ്ട്. തൊപ്പപ്പുയ്യാനുണ്ട് വറുത്ത് കാണുന്ന ആൾക്കാർ. തൊപ്പപ്പുയ്യുണ്ട് പാറ്റുണ്ടല്ലോ, പാറ്റ കൊടിയിൽ അത് ആന്ധ്രയിലൊക്കെ വർക്ക് പെരക്കാരും തിന്നില്ല. നമ്മള് പുറത്തിറച്ചിയൊന്നും ഇന്റെ പെരക്കാരില്ല. ഞാനും തിന്നും ഒരു മോനും. പെരക്കാർക്കാരങ്ങൾ തിന്നണ്ടേ? കളിച്ചുണ്ടാവില്ല.